മലയാളിയുടെ പ്രിയപ്പെട്ട നടനായ ലാലേട്ടനും ഏറ്റവും നല്ല അഭിനേതാവിനുള്ള ഓസ്കാർ അവാർഡിന് വേണ്ടി മത്സരിക്കുന്ന പിണറായി വിജയനും നല്ല നമോഭാഗം. എനിക്കൊരു പരിചയമില്ലാത്ത കോഴിക്കോടുള്ള 280ഓളം വരുന്ന ആളുകളെ ബാധിക്കുന്ന ഒരു വാട്സപ്പ് മെസ്സേജ് എനിക്കിപ്പോൾ കിട്ടിയിട്ട് ചൂടോടുകൂടി ഞാനതങ്ങ് അവതരിപ്പിക്കുകയാണ് വീഡിയോയിൽ. വാട്സപ്പ് മെസ്സേജ് വളരെ കുറച്ചേ ഉള്ളൂ, അതങ്ങ് വായിക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. പൊതുമേഖലാ സ്ഥാപനമായ, അതായത് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ്, അതിൻ്റെ ഒരു മേധാവി ഒരു ശ്രീകുമാർ ഉണ്ടായിരുന്നു. പെണ്ണ് പിടിച്ച് മാറ്റി, നമ്മുടെ വീഡിയോയും കൂടെയൊക്കെ കണ്ടുകൊണ്ട് ഗവൺമെൻറ് മാറ്റി വേറൊരു കെൽപ്പാമിലേക്ക് അയച്ചിട്ടുണ്ട്. അവിടെ ഈ നൊങ്കം കൂടെ കിട്ടുന്നുണ്ട്. അവിടുത്തെ സ്ത്രീകളെ കൈകാര്യം ചെയ്യാനായിട്ട് അങ്ങോട്ട് അയച്ചൊരു ശ്രീകുമാറാണ് അവിടെ ഇരുന്നത്. ഇപ്പോൾ അതിന് പകരം ഒരു MD രാജശേഖരനാണുള്ളത്. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് വരാം. പക്ഷേ രാജശേഖരൻ വേറെ ഇത്തരം കുഴപ്പമൊന്നുള്ള ആളല്ല. സ്ത്രീകളോടൊക്കെ വളരെ ബഹുമാനമാണ്. മേശയ്ക്ക് അടുത്ത് പോലും സ്ത്രീകളെ വിളിച്ച് ഫയൽ ആരെങ്കിലും കൊടുത്തു വിട്ടാൽ മതി. അത്ര വളരെ സാത്വികനായ ഒരു MD ഇരിക്കുമ്പോഴാണ് അവിടെ ഞാൻ വായിക്കാൻ പോണ മെസ്സേജ് നടക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനമായ കോഴിക്കോട് കേരള സോപ്സിൽ ഹൈക്കോടതിയെ വെല്ലുവിളിച്ചുകൊണ്ട് പിൻവാതിൽ നിയമനം സർക്കാരിൻ്റെ. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യവസായ വകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൻ്റെ യൂണിറ്റായി പ്രവർത്തിക്കുന്ന കേരള സോപ്സ് ആൻഡ് ഓയിൽസിൽ പിൻവാതിൽ നിയമനം. സർക്കാർ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഗ്രേ മാറ്റർ എന്ന ഏജൻസി വഴി പുരം കരാർ തൊഴിലുള്ള 50 ജീവനക്കാരെ സർക്കാരും കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസും കേരള സോപ്സിൽ നേരിട്ടുള്ള കരാർ നൽകുകയും ഫെബ്രുവരി 27 നടക്കുന്ന KSFE ബോർഡ് മീറ്റിംഗിൽ ഈ കരാർ തൊഴിലാളികളെ കാഷ്വൽ വർക്കേഴ്സാക്കി മാറ്റി കേരള സോപ്സിൽ സ്ഥിരപ്പെടുത്താൻ തകൃതിയായി ശ്രമം നടക്കുന്നു. ഇന്നാണ് അതിൻ്റെ മീറ്റിംഗ് എന്നാണ് അറിയുന്നത്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസ് ചെയർമാനും നേരിട്ടിടപെട്ടാണ് ഈ സ്ഥിരപ്പെടുത്തലുകൾക്ക് പിന്നിൽ. മുമ്പ് കരാർ ഏജൻസിയെ ഒഴിവാക്കി നേരിട്ടുള്ള നിയമനം നൽകിയപ്പോൾ കമ്പനിക്ക് സാമ്പത്തിക നഷ്ടമില്ല എന്നാണ് ന്യായം പറഞ്ഞിരുന്നതെങ്കിൽ ഇന്ന് ഇവർ 10 വർഷത്തിലധികം തൊഴിലെടുക്കുന്ന സ്ഥലമാണെന്നാണ് വാദം. 10 വർഷമായി കോടതി വിധിയുമായി നിയമനത്തിന് കാത്തു നിൽക്കുന്ന റാങ്ക് ലിസ്റ്റുള്ളവരെ നോക്കുകുത്തി ആക്കിയിട്ടാണ് ആക്കിയാണ് മേൽ നിയമനങ്ങൾ നടത്തിയിട്ടുള്ളതും ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ നൽകുന്നതും. നിയമനം ലഭിച്ചത് 100% ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവർക്കാണെന്നുള്ളത് നേരത്തെ സർക്കാർ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ കോടതി വഴി വിധി സമ്പാദിച്ച് നിയമനത്തിനായി കാത്തു നിൽക്കുന്നത് 10 വർഷമായി തുടരുകയാണ്. ഈ കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷ അനുകൂലിയായ ജീവനക്കാരെ സംരക്ഷിക്കുന്ന നടപടിയാണ് KSIയും കേരള സോപ്സും ചെയ്തു വരുന്നത്. യാതൊരുവിധ യോഗ്യതയുമില്ലാത്ത പാർട്ടി അനുകൂലങ്ങളെ 50ലധികം പേരെയാണ് കേരള സോപ്സിൽ നിയമിച്ച റാങ്ക് ഹോൾഡേഴ്സ് വീണ്ടും കോടതിയെ സമീപിക്കാൻ പോവുകയാണ്. സർക്കാർ കാലാവധി അവസാനിക്കാൻ മാസങ്ങൾ മാത്രമുള്ളപ്പോൾ തിരക്ക് പിടിച്ച് കോഴിക്കോട് നഗരമധ്യത്തിലിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ളൊരു പിൻവാതിൽ നിയമനം നേരത്തെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെയുള്ളവർക്ക് അനധികൃത നിയമനം നൽകുന്നത് വിമുക്ത കാണിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥരെ സർക്കാർ സ്ഥലം മാറ്റുകയും സത്യസന്ധരായി പ്രവർത്തിക്കുന്നവരെ സ്ഥലം മാറ്റുകയും ഡെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്ന വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ശ്രീ രാജീവിൻ്റെ ഡെപ്യൂട്ടേഷൻ ക്യാൻസൽ ചെയ്തതിന് ശേഷം കേരള ഫീഡ്സ് MD ആയിരുന്ന ശ്രീകുമാറിനെ KSFE MD ആക്കുകയും, അയാൾ തികഞ്ഞ അഴിമതിക്കാരനാണ്. അതുകൊണ്ട് പിന്നെ കേരള ഫീഡ്സിലിരുന്നപ്പോഴും അഴിമതി നടത്തിയ ആളാണ്. അദ്ദേഹത്തിനെ കൊണ്ടുവന്നുകൊണ്ട് ഇതെല്ലാം നടക്കും. എന്നാൽ അതേ ഇപ്പോൾ പോയി AGMനെ മാറ്റി പകരം SIFLിലെ DGM ആയിരുന്ന കൃഷ്ണകുമാർ രാജൻ എന്ന ഇടതുപക്ഷ അനുകൂലിയും രാജീവ് മന്ത്രിയുടെ അടുത്ത ബന്ധുവുമായ ഇദ്ദേഹത്തെ മാനേജരായി നിയമിച്ചു. ഇത്തരം പിൻവാതിൽ നിയമനങ്ങൾ സർക്കാർ നടത്തുന്നത് ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മൂക്കുകുത്തി വീണ് കിടക്കുമ്പോൾ നേരിയ ലാഭത്തിലുള്ള ഈ സ്ഥാപനത്തെ കൂടി നശിപ്പിക്കുവാനാണ് MD ശ്രീകുമാർ സഹപ്രവർത്തകരെ ആഹ്വാനിച്ചതിന് അദ്ദേഹത്തെ മാറ്റി പകരം ട്രാവൻകൂർ സിമൻസിൻ്റെ MD രാജശേഖരന് താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ കാലയളവിലാണ് നേരത്തെ പറഞ്ഞ മാനേജറുടെമാരെ നിയമിച്ച അഴിമതിയും ദൂർത്തിനും ഉള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുകയും പിൻവാതിൽ നിയമനം നടക്കുകയും ചെയ്തു. KSIയിലെ പല ഉദ്യോഗസ്ഥരും ഈ അനധികൃത നിയമനത്തിനെതിരാണെങ്കിലും മന്ത്രിയും ചെയർമാനും ആജ്ഞാപിക്കുമ്പോൾ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല എന്നാണ് കോഴിക്കോട്ടുള്ള കിഞ്ചന വർത്തമാനം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാം. അതുപോലെ തന്നെ പാവപ്പെട്ട ഉദ്യോഗസ്ഥർ കാത്തിരിപ്പ് നീളുകയാണ്. മറ്റൊരു കോടതി വിധിക്കായി സർക്കാരും KSI ഇനിയും കനിയുമെന്ന് അവർക്ക് പ്രതീക്ഷ മാധ്യമങ്ങളും കോടതിയുമാണ്. കേരള സോപ്സിന് മുന്നിൽ ഉദ്യോഗാർത്ഥികൾ സമരത്തിനൊരുങ്ങുകയാണ്. ഇതിനിടയിൽ വളരെ രസകരമായ കാര്യം ഞാൻ പറഞ്ഞുതരാം. ലാലേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. മിസ്റ്റർ ലാലേട്ടൻ, നിങ്ങളെ നമുക്കിഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ പല സിനിമകളും കാണുന്നതാണ്. ഞാനൊരു ആരാധകനാണ്. ആരാധന നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, താങ്കൾ മുഖ്യമന്ത്രിയുമായുള്ള ഇൻ്റർവ്യൂവിൽ മുഖ്യമന്ത്രി 4ാം ക്ലാസ്സിൽ കുപ്പിപ്പെടുത്തതും അപ്പിയിട്ടതും അതുപോലെ തന്നെ കണ്ണാമ്പൊത്തി കളിച്ചതും താങ്കൾ പാട്ട് പാടുമ്പോൾ അദ്ദേഹം കവിത ചൊല്ലിയതും ശ്ലോകം ചൊല്ലിയതും കയ്യിലിരിക്കുന്ന വെണ്ണ എടുത്ത് കളഞ്ഞിട്ട് കയ്യിലൂടെ ഒഴുകുന്ന വെണ്ണ തുള്ളിയെ കുടിച്ചതെന്തിനാണ്? ഹൃദയത്തിൽ ദൈവമിരിക്കുമ്പോൾ വിഗ്രഹത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിനാണ് പാട്ടും പാടി ചായയും കുടിച്ച് അവിടെ കൂടെ പുൽത്തകടിയിലൂടെയൊക്കെ നടന്നപ്പോൾ 2 ചോദ്യം ചോദിക്കാത്ത എന്താണെന്നേ PSC ടെസ്റ്റ്
ക്യാൻസൽ ചെയ്തത് ഉറുദുവിൽ നിന്ന് അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ ഉറുദു ഫാക്കൽറ്റി ലിസ്റ്റ്, അസിസ്റ്റൻറ്റ് പ്രൊഫസർമാരുടെ ലിസ്റ്റ് ക്യാൻസൽ ചെയ്ത് ഒരാളെങ്കിലും അപ്പോയിൻ്റ് ചെയ്യാതെ എന്തിനാ CM നിങ്ങൾ ഇത് ചെയ്തത് എന്ന് ചോദിക്കാത്ത എന്തെന്നേ. അതുപോലെ തന്നെ 280 പേരുടെ ലിസ്റ്റ് ഞാൻ മോഹൻലാലിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അയച്ചു തരാം, അല്ലെങ്കിൽ ഫാൻസിന് അയച്ചു തരാം, നിങ്ങളന്ന് അയച്ചു കൊടുക്കണം. കോഴിക്കോട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സോപ്സ് ആൻഡ് ഓയിൽസിലെ KSIയുടെ കീഴിലുള്ള സോപ്സ് ആൻഡ് ഓയിൽസിൽ 280 പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ആ 280 പേരിൽ നിന്ന് ഒരാളെപ്പോലും അപ്പോയിൻറ്റ് ചെയ്യാതെ ഗ്രേ മാറ്റർ എന്ന കമ്പനിയിൽ നിന്ന് അവർക്ക് പൈസ കൊടുത്ത് ദിവസക്കൂലിക്ക് ആളെടുത്ത് അവർക്ക് പൈസ കൊടുക്കും. അവരാണെങ്കിൽ സെക്യൂരിറ്റി ഓഫീസർമാരെ വയ്ക്കും പോലെ അവരാണ് പിന്നെ അവർക്ക് പൈസ കൊടുത്താൽ മതി, അവർ ആളെ കൊടുത്തോളും, മാൻ പവർ കൊടുക്കും. അങ്ങനെയുള്ളൊരു ഗ്രേ മാറ്റർ കമ്പനിയിൽ നിന്ന് കുറച്ച് പേരെ വച്ചു റിക്രൂട്ടിംഗ് ഏജൻസിയിൽ നിന്ന്. അത് കഴിഞ്ഞ് അവരെ ഒഴിവാക്കി നേരിട്ട് ആദ്യം കരാറിലേക്ക് നേരിട്ട് കമ്പനി കരാറിൽ വെച്ചു. അത് കഴിഞ്ഞ് കരാർ കഴിഞ്ഞ ശേഷം കമ്പനി അവരെ ഇപ്പോൾ ക്യാഷ്വലാക്കാൻ പോകുന്നു. കരാറിലാവുമ്പോൾ അവർക്ക് നാമമാത്രമായ തുക, ക്യാഷ്വലാവുമ്പോൾ അവർ പോസ്റ്റിന് അഗെയിൻസ്റ്റ് ആണെങ്കിൽ അവർക്ക് സ്കെയിൽ ഓഫ് പേ. അത് കഴിഞ്ഞ് അവരെ സ്ഥിരപ്പെടുത്തും. എന്തിനിവിടെ PSC ലിസ്റ്റ് എങ്ങനെ വരും? കോളേജുകളിലൊക്കെ ഗസ്റ്റ് ലെക്ചർമാരായിട്ട് കഴിവുള്ളവരെയും കഴിവില്ലാത്തവരെയും യോഗ്യതയില്ലാത്തവരെയും മിനിമം യോഗ്യതയുള്ളവരെല്ലാം കുത്തിത്തിരികെ കയറ്റുമ്പോൾ എന്തിനാണ് ഇവിടെ ഒരു PSC? കഴിഞ്ഞ ദിവസമാണ് ഗവൺമെൻറ് സ്കൂളുകളിലെ LP അധ്യാപകരുടെ ലിസ്റ്റ് അവർ കൊണ്ട് കടലിലൊഴുക്കിയത്. നിങ്ങളത് മോഹൻലാലിന് ഡെഡിക്കേറ്റ് ചെയ്യണം. ലാലേട്ട, നിങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലല്ലോ. കേരളത്തിൻ്റെ യുവത്വത്തെ ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇവിടെ നിന്ന് പഠിക്കാൻ വിദേശത്ത് പോകുന്നു. അവരെ കേരളത്തിൽ തടഞ്ഞു നിർത്താൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ മുഖ്യമന്ത്രി എന്ന് ചോദിക്കാത്തന്തേ? കേരളത്തിലെ ക്യാമ്പസുകളിൽ ലഹരിയും മദ്യപാനവും ക്യാമ്പസുകളിൽ അരാജകത്വം നടക്കുമ്പോൾ എന്തെങ്കിലും പരിപാടിയുണ്ടോ എന്ന് മിസ്റ്റർ ലാൽ നിങ്ങൾ ചോദിച്ചില്ലല്ലോ. ഞാനീ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് വിദേശത്ത് പോകുന്നത്. പഴയ കാലത്ത് വിദേശത്ത് പോയാൽ സ്വദേശത്ത് തിരിച്ചു വരുമായിരുന്നു. അവർ നാട്ടിൽ വന്നാണ് വീടിന് ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആരും നാട്ടിൽ വരുന്നില്ല, വിദേശത്ത് തന്നെ താമസിക്കുന്നു. എന്തെങ്കിലും പരിപാടിയുണ്ടോ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ ചോദിക്കാത്തന്തേ? ഇനി വളരെ രസകരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ആരാണെന്നറിയാവോ? ഒരു 280 പേരുടെ ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അടങ്ങുന്നവരുടെ ലിസ്റ്റാണത്. ഓപ്പണായി ഇൻ്റർവ്യൂ നടത്തി ഫിസിക്കൽ ടെസ്റ്റ് നടത്തി ചെയ്തിരിക്കുന്നതാണ്. 45 വയസ്സ് വരെ കഴിഞ്ഞവരാണ്. 2012 45 വയസ്സ് വരെ കഴിഞ്ഞവരാണ്. അവരാണ് കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തത്. കേസ് കൊടുത്തിരിക്കുന്ന ആരാണെന്നറിയാവോ? അതാണ് രസകരം. അതും അറിയണം. ഇവിടുത്തെ മുസ്ലിംസ് ഉണ്ടല്ലോ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ടല്ലോ, മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള അച്ചാരം എടുത്തിരിക്കുകയാണല്ലോ നമ്മുടെ പിണറായി വിജയൻ. അവരെ കിട്ടൂല എന്നറിഞ്ഞപ്പോൾ അവർ UDF കഴിഞ്ഞ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്തപ്പോൾ എല്ലാം കൂടി ഓടി വേറെ ഹിന്ദു സംഘടനകളുടെ പിറകെ പിണറായി പോയിട്ടുണ്ട്. അവിടെ നിന്നും ഒന്നും കിട്ടൂല, പേടിക്കണ്ട. എന്തായാലും ഈ മുസ്ലിം സംഘടനയിൽ പോയിരിക്കുന്ന കേസ് കൊടുത്തിരിക്കുന്ന ഒന്നാമത്തെ പേര് ഹിന്ദ് ബീവി, 45 വയസ്സ്, ഡോക്ടർ ഓഫ് മുഹമ്മദ് കോയ. കോഴിക്കോട്ടെ കോയമാരും കണ്ണൂരിലെയും മലപ്പുറത്തെയും കാസർഗോഡെയും തൃശ്ശൂരിലെയും കോയമാരും ഉമ്മമാരും പിന്നെ ബാപ്പമാരും എല്ലാം മനസ്സിലാക്കണം. നിങ്ങളുടെ മക്കളുടെ ലിസ്റ്റ് 280 പേരുടെ ലിസ്റ്റ് അവിടെ ഇരിക്കുമ്പോഴാണ് വേറൊരു ഗ്രേ മാറ്റർ എന്ന് പറയുന്ന വേറൊരു കമ്പനിയിൽ നിന്ന് ആളെ അപ്പോയിൻ്റ് ചെയ്യുന്നു. പിന്നെ പറയുന്നു അവരും ശരിയാവില്ല എന്ന് പറയുന്നു. സ്വന്തമായിട്ട് പത്രത്തിൽ പരസ്യം ചെയ്ത് കരാർ തൊഴിലാളികൾ എടുക്കുന്നു. അവരെ അനധികൃതമായി കാഷ്വൽ ലേബർ ആക്കുന്നു. അതിനുവേണ്ടി മന്ത്രിസഭയിലേക്ക് നോട്ട് പോകാൻ പോകുന്നു. എത്ര കുതന്ത്രങ്ങളാണ് നടക്കുന്നത്. എന്നിട്ട് പിണറായി വിജയൻ തള്ളി മറിക്കും. ട്രാൻസ്പെറൻസിയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും തള്ളിമറിക്കും. അച്ഛനില്ലാത്ത സമയത്ത് അമ്മ പെറ്റ പട്ടികളെ എന്ന് പറയുന്ന പാട്ട് പാടാൻ സുഹൃത്തുക്കളെ കൂടെയുള്ളവരെ പഠിപ്പിക്കും. യുവജനങ്ങളെ, വിദ്യാർത്ഥികൾ അവരങ്ങനെ പാടും, അറുമാദിക്കും, രസിക്കും. അങ്ങനെ സർക്കാരിൻ്റെ പൈസ എടുത്തുകൊണ്ട് ഇങ്ങനെ അറുമാദിക്കലും രസിക്കലും ഒക്കെ നടക്കുമ്പോൾ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി പറ്റിച്ചതിന് ശേഷം, കോയമാരെയും ബാപ്പമാരെയും ഉമ്മമാരെയും അവരുടെ മക്കളെയും പറ്റിച്ചതിന് ശേഷം 45 വയസ്സുകാരി കൊണ്ട് കേസ് കൊടുത്തിരിക്കുന്നു. ഇനി അവർക്കൊരു ഉത്തരവ് കിട്ടിയാൽ തന്നെ, കോടതിയിൽ നിന്നൊരു ഉത്തരവ് കിട്ടിയാൽ തന്നെ എത്ര വർഷം അവർക്ക് ജീവിക്കാൻ പറ്റും സർക്കാർ ജീവനത്തിൽ? അങ്ങനെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന 50ഓളം പേരുടെ ലിസ്റ്റ് നിൽക്കുമ്പോഴാണ് പുതിയ ആൾ. എന്നിട്ട് അവർ പുതിയൊരു പരിപാടി ചെയ്യുന്നുണ്ട്. ഈ 280ഓളം വരുന്ന പേരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പർമാരുടെ ലിസ്റ്റാണ്. ഹെൽപ്പർമാരുടെ പോസ്റ്റിലേക്ക് അല്ല പുതിയത് വയ്ക്കുന്നത്. വേറെ ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫീൽഡ് അസിസ്റ്റൻറ്റ്, സ്റ്റാഫ് അസിസ്റ്റൻറ്റ്, അസിസ്റ്റൻറ്റ്, ലാബ് അസിസ്റ്റൻറ്റ് എന്നൊക്കെ പറഞ്ഞ് മറ്റു പേരുകളിൽ വച്ച് അവരെയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി തിരികെ രാജീവൻ്റെ മന്ത്രിയുടെ ബന്ധുവിനെയൊക്കെ കൂടെ വച്ച് സകല ഒരു സ്വയം കുടുംബ പരിപാടിയായിട്ട് സകുടുംബം ശ്യാമള എന്ന് പറയുന്ന ഒരു പരിപാടിയായിട്ട് ഒരു വശത്ത് നടക്കുന്നു. കേരളത്തിലെ യുവാക്കളെ, യുവതികളെ ലിസ്റ്റുള്ളപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് ആളെടുക്കാതെ കോടതി പോലും ലിസ്റ്റിൽ നിന്ന് ആളെടുക്കണമെന്ന് ലിസ്റ്റ് മരവിച്ചപ്പോൾ എന്ത് കോടതി എന്ന് ചോദിച്ചുകൊണ്ട് കോടതിയുടെ വിധിക്ക് പോലും പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കേരള സോപ്സ് ആൻഡ് ഓയിൽസിൽ കോഴിക്കോട് വലിയ തോതിൽ KSIയുടെ കീഴിലുള്ള
നഗ്നമായ അഴിമതി നടക്കുമ്പോൾ ഒരു വശത്ത് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന ഒരു MD വന്നിരുന്നെങ്കിൽ രണ്ടാമത് അഴിമതി നടത്തുന്ന മറ്റൊരു രാജശേഖരൻ വന്നിരിക്കുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾ എല്ലാവരും കൂടി ഈ നാടിനെ കുട്ടിച്ചോറാക്കുമ്പോൾ മോഹൻലാലേട്ടന്മാർ ലാലേട്ടന്മാർ ക്ലിഫ് ഹൗസുകളിൽ ചെന്നിരുന്ന് തന്നന്നം പാടുകയാണ്, ഒന്നിച്ച് നടക്കുകയാണ്, കിന്നാരം പൊത്തി കളിച്ചതിൻ്റെ കാര്യം ചോദിക്കുന്നു, അമ്മ മരിച്ച കാര്യങ്ങൾ പറയുന്നു, കുട്ടിക്കാലത്ത് കോളേജിൽ പഠിച്ച കാര്യങ്ങൾ പറയുന്നു. ഈ നാടിൻ്റെ പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക്, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക്, ചെറുപ്പക്കാരികൾക്ക്, മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാവർക്കും കൊടുക്കേണ്ടുന്ന പണമെടുത്ത് നിങ്ങൾ അമ്മാനമാടുമ്പോൾ നമ്മുടെ മക്കൾ ഒന്നുകിൽ അവർ കടലിൽ അവിടെ റാങ്ക് ലിസ്റ്റുകൾ കടലിൽ കൊണ്ട് കളയും, അവരുടെ പഠിച്ച റാങ്ക് ഫയലിൻ്റെ ബുക്കുകൾ അവർ കത്തിച്ച് കളയും, അവർ എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടും. സഖാക്കളെ, നിങ്ങൾ ഈ നാട് മുടിക്കുന്നത് ഇങ്ങനെയാണെന്ന് ലോകത്തോട് പറയേണ്ടി വരുന്നത് ഒരു ഗതികേടാണ്, കാലത്തിൻ്റെ ഒരു ഗതികേടാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നുവെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നല്ല. വളരെ യാദൃശ്യമായിട്ടാണ് എനിക്ക് ഈ വിവരങ്ങൾ കോഴിക്കോട് നിന്ന് അയച്ചു തന്നത്. അതുകൊണ്ട് തന്നെ കോയമാർക്ക് വേണ്ടി, അവരുടെ ആളുകൾക്ക് വേണ്ടി വീഡിയോ ആദ്യം സമർപ്പിക്കുന്നു. അതിനേക്കാൾ പ്രധാനം മോഹൻലാലിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നത്. ലാലേട്ട, 2 ചോദ്യം പോട്ടെ, ഒരു ചോദ്യം ചോദിക്കാത്തത് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിനെതിരെയും ഇവിടുത്തെ PSC ലിസ്റ്റ് നോക്കുകുത്തിയാക്കിയതിനെതിരെയും ഇതുപോലത്തെ KSIയിലെ ഇതുപോലത്തെ സോപ്സ് ആൻഡ് ഓയിൽസിലേക്ക് ലിസ്റ്റുകൾ നിൽക്കുമ്പോൾ പുതിയ ആളുകളെ തിരികെ കയറ്റുന്നതിനെയും സ്വന്തക്കാരെ തിരികെ കയറ്റുന്നതിനും 1000 വട്ടം കോടതിയിൽ നിന്ന് അടികിട്ടിയാലും വീണ്ടും ഇത്തരം തരികിട തക്കിട പരിപാടിയുമായി നടക്കുന്ന നിങ്ങൾക്കെന്തേ പരിപാടി? ഇവിടുത്തെ യുവത്വത്തെ ഇവിടെ തന്നെ പിടിച്ചു നിർത്താനെന്ന് ഒരു ചോദ്യം ലാലേട്ടൻ ചോദിച്ചില്ലല്ലോ. ലാലേട്ട, സോറി. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ കൂടെ നിന്ന് നിങ്ങൾ കേണൽ പദവി ഒപ്പിച്ചുവെന്ന് ഞാൻ പറയുന്നില്ല, കോൺഗ്രസ്സുകാർ പറയുന്നു. BJPക്കാരെ കൂടെ നിന്ന് പത്മശ്രീ ഒപ്പിച്ചുവെന്ന് ഞാനല്ല പറയുന്നത്, BJPക്കാരാണ് പറയുന്നത്. ഇനി പിണറായിയുടെ കൂടെ നിന്നിട്ട് എന്താണ് ഒപ്പിക്കുകയെന്ന് എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു പരാതിയുമില്ല, ഞങ്ങളുടെ ചാനലിനും അങ്ങനെ ഒരു പരാതിയില്ല. പക്ഷേ നാട്ടുകാർ തിരുവനന്തപുരത്ത് ഒരുപാട് കിഞ്ചന വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് ലാലേട്ടൻ ഈ ട്രാപ്പിൽ വീണത്?